ശ്രീ അജിത് കുമാർ, ഈ ഒരു സ്ത്രീ ഒരു പുരുഷനെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ എവിടെ പോയി പരാതിപ്പെടണം? താങ്കൾ പുരുഷ സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റല്ലേ? ആ നിലയ്ക്ക് ചോദിക്കുകയാണ്. മറിച്ചൊരു പുരുഷൻ ഒരു സ്ത്രീയോടായിരുന്നുവെങ്കിൽ പരാതിപ്പെടാൻ പല വഴികളുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ സ്ത്രീകൾക്ക് വനിതാ കമ്മീഷനുണ്ട്, വനിതാ സെല്ലുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാം, കോടതിയിൽ ഡയറക്റ്റ് പോകാം. ഏത് സാഹചര്യമായാലും അവിടെ ശക്തമായിട്ടുള്ള ഇടപെടലുകളുണ്ടാവും. എന്നാൽ പുരുഷന് ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുക, ഷാരോൺ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഞങ്ങളൊരു സമരമൊക്കെ വെച്ച് നടത്തി. ഈ ഷാരോന് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇര ആരെന്നുള്ളൊരു ചോദ്യം വരികയാണ്. ഇന്നലത്തെ ഓരോ സംഭവവികാസങ്ങളും ചാനൽ ചർച്ചകളിലും ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊടുത്ത ആ സമയം മുതൽ ചാനലിൽ വന്നിരുന്ന് റിട്ടയർഡ് ജസ്റ്റിസ് വരെ ഇരുന്ന് മഹാമോശങ്ങളാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മരിച്ച ഒരു വ്യക്തിയുടെ അദ്ദേഹത്തെ പോലും അധിക്ഷേപിക്കുകയാണ്. ആ ഒരു അവസ്ഥ നമ്മളെല്ലാവരും കണ്ടതാണ്. എനിക്കതിൽ ഒരുപാട് ഖേദമുണ്ട്. ഞങ്ങളതിനെ ഇന്നലെ പ്രതിഷേധിച്ച് ഞങ്ങൾ ശക്തമായിട്ട് അതിൻ്റെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടി ഇവിടെ ആത്മഹത്യ മരണപ്പെട്ടിരുന്നുവെങ്കിൽ ഇതൊരു കൊലപാതകമാണല്ലോ. ഗ്രീഷ്മയുടെ കേസ്, ഗ്രീഷ്മ ഷാരോണിനെ കൊല്ലുകയായിരുന്നു. ഇവിടെ വരുമ്പോൾ ഇര ഷാരോണാണ് അല്ലേ? പക്ഷേ പ്രത്യക്ഷത്തിൽ ഇന്ന് ചാനലുകൾ തുറന്നു നോക്കിയാൽ എല്ലാവരും പറയുന്ന ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ ഗ്രീഷ്മ ഇര എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതെന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. ആണ് തെറ്റ് ചെയ്താലും പെണ്ണ് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. നമ്മൾ ഈക്വാലിറ്റി പറയുമ്പോൾ അവിടെ തുല്യത പറയുമ്പോൾ തുല്യത ആയിരിക്കണം. പെണ്ണിനൊരു നീതി പുരുഷനൊരു നീതി ആകാൻ പാടില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വിസ്മയ ആത്മഹത്യ ചെയ്ത കേസ്, വിസ്മയ ആരും കൊന്നതല്ല. കിരൺകുമാർ അറിയാമല്ലോ, നമ്മുടെ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള കിരൺകുമാർ. അയാൾക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തെ ഏതു രീതിയിലും തകർക്കാൻ വേണ്ടിയിട്ട് ഒരു കൊലപാതകം ചെയ്യാത്ത ആളിനെ 7-8 വർഷം ശിക്ഷിച്ച് ജയിലിൽ അടച്ചിരിക്കുകയാണ്. പക്ഷെ അതിനകത്തൊരു പ്രേരണയില്ലേ, ആത്മഹത്യാ പ്രേരണയില്ലേ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ തിരിച്ച് പുരുഷന്മാർ എത്രയോ കേസുകൾ എഴുതി വെച്ചിട്ട് ഭാര്യയാണ് എൻ്റെ ഭാര്യയും ഭാര്യ വീട്ടുകാരും അവരെനിക്ക് ഒരു രീതിയിലും സമാധാനം തരാത്തത് കൊണ്ട് ഞാനത് ആത്മഹത്യ ചെയ്യുകയാണ് എന്ന് എഴുതി വച്ചിട്ട് എത്ര കേസുകൾ പുരുഷന്മാർ ചെയ്തിട്ടുണ്ട്? എത്ര കേസ് എടുത്തിട്ടുണ്ട്? ഒരു കേസ് എടുത്തിട്ടുണ്ടോ? ഒരു കേസ്. നമ്മൾ തന്നെ എത്രയോ കേസ് ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ആ കേസുകളിൽ പോലും കറക്റ്റായിട്ട് ആ ഫാമിലിയും പിന്നെ ശക്തമായിട്ട് പിന്നീട് നിൽക്കുന്നില്ല. കാരണം അവർക്കറിയാം ഇതൊന്നും വിജയിക്കില്ല, വിജയിച്ചാലും ഇനി ഒരുപാട് കയറി ഇറങ്ങാം എന്നൊക്കെയുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നിയമത്തിൻ്റെ പഴുതുകൾ സ്ത്രീകൾക്കാണല്ലോ ഒരുപാട് ഉള്ളത്. അപ്പോൾ ആ പഴുതുകൾ വെച്ചിട്ട് അവർ പോകുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഈ എഴുതി വെക്കുമ്പോൾ ഇവിടെ ആരും എഴുതി വെച്ചിട്ടൊന്നുമില്ല. വിസ്മയ കേസിൽ ആരും എഴുതി വെച്ചിട്ടില്ല. അദ്ദേഹത്തിനെ ശിക്ഷിച്ച് ജയിലിൽ അടച്ചപ്പോഴും ഈ കമാൽ പാഷ ഇത് പറഞ്ഞില്ലല്ലോ. ഇവിടെ ഒരു തൂക്കുകയർ കൊടുത്തു എന്നുള്ള ഒരു കാരണം കൊണ്ട് തൂക്കുകയറിൽ കൊടുക്കേണ്ട കാര്യം അത്രയും പ്ലാൻ ചെയ്ത് ആണ് ഗ്രീഷ്മ ഇഞ്ചായിട്ടാണ്. അവന് 11 ദിവസമാണ് ആന്തരിക അവയവങ്ങൾ വരെ ജീർണിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് ഇയാൾ മരിക്കുന്നത്, ഷാരോൺ. അപ്പോൾ അങ്ങനെയുള്ളൊരു പെൺകുട്ടിക്ക്, ഈ പ്രതിയായിട്ടുള്ള പെൺകുട്ടിയെ, അവൾ മിടിക്കുകയാണ്, പഠിക്കാൻ മിടിക്കുകയാണ്, സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞല്ലേ അന്വേഷണ ഉദ്യോഗസ്ഥർ വരെ പൊഴുത്തിക്കൊണ്ടുവന്നത്. അതിനുശേഷം കോടതി കണ്ടെത്തുകയാണ്. AM ബഷീർ സാറിന് എന്തായാലും ഞങ്ങൾ ബിഗ് സല്യൂട്ടാണ് അദ്ദേഹം. കാര്യം അദ്ദേഹത്തിന് അങ്ങനെ ഒരു വധശിക്ഷ കൊടുക്കാൻ തോന്നിയത്. കാര്യം അദ്ദേഹത്തിന് അറിയാം അത് അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ്. നമ്മളെ 24-ൽ ഇന്നലെ ഒരു ചർച്ചയുണ്ടായിരുന്നു. അതിൽ ഹാഷിം നല്ല രീതിയിൽ ഇത് കമാൽ പാഷയായിട്ട് നല്ല രീതിയിൽ കുടയുന്നുണ്ട്. അപ്പോൾ ഓരോന്നും കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. കാര്യം എന്തുകൊണ്ട് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നുള്ളത് കറക്റ്റായിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. കമാൽ പാഷയെ പോലുള്ളവർ സമൂഹത്തിന് ഒരു തെറ്റായ മെസ്സേജ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. കാരണം അദ്ദേഹത്തെ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവർ പോലും ബഹുമാനിച്ചിരുന്നു. ആ ബഹുമാനം ഇപ്പോൾ പോയില്ലേ? അദ്ദേഹത്തിൻ്റെ ആ ഒരു കിട്ടിക്കൊണ്ടിരുന്ന ഒരു ജനപിന്തുണ അത് മൊത്തം പോയി. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നമ്മൾ ആലോചിക്കണം എന്താണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഗ്രീഷ്മയുടെ വീട്ടിൽ ഒരു പ്രാർത്ഥിക്കാനല്ലല്ലോ പോയത്. അദ്ദേഹം വേറെ രീതിയിലുള്ള അർത്ഥം വെച്ചുള്ള വാക്കുകളാണ് ഇദ്ദേഹം പറഞ്ഞത്. അത് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഗ്രീഷ്മ എത്രയോ പ്രാവശ്യം മെസ്സേജ് അയച്ച് അയാളെ അവിടെ വരുത്തുകയായിരുന്നു. യഥാർത്ഥം പറഞ്ഞാൽ ഗ്രീഷ്മ എന്ന് പറഞ്ഞാൽ ഒരു കാമഭ്രാന്ത് പിടിച്ച ഒരു പെൺകുട്ടിയാണ്. കാരണം ജയിലിൽ കിടന്നപ്പോൾ പോലും അവിഹിത ബന്ധമുണ്ടാക്കി ജയിൽ മാറ്റി ഇവിടെ മാവേലിക്കര ജയിലിലോട്ട്, സബ് ജയിലിലോട്ട് വിട്ട ആളാണ്. അപ്പോൾ മനസ്സിലാക്കണം ഏത് രീതിയിലുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ. എന്നിട്ട് ഈ ജഡ്ജ്മെന്റ് വരും. ഇപ്പോൾ തൂക്കുകയർ ഒരു കൂടുതൽ പേരും പ്രതീക്ഷിച്ചില്ല. ഒരു ജീവപര്യന്തം കിട്ടും എന്നൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ തൊട്ട് ഈ
ശിക്ഷ വരുന്നതിനും തൊട്ട് മുന്നേ ഒരു പോസ്റ്റർ ഇട്ടിരുന്നു. തീർച്ചയായിട്ടും ഷാരോണിന് നീതി കിട്ടില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇരട്ട ജീവപര്യന്തം അല്ല എന്നുണ്ടെങ്കിൽ വധശിക്ഷ. ഇതിൽ കുറച്ച് ശിക്ഷ ഈ ഗ്രീഷ്മയ്ക്ക് വിധിക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു പോസ്റ്റർ ഇട്ടിരുന്നു. എന്തായാലും അങ്ങോട്ട് പോകേണ്ട ഒരു അവസരം ഉണ്ടായില്ല. കൃത്യമായിട്ടും അവിടെ ഒരു നല്ലൊരു ജഡ്ജ്മെന്റ് ഉണ്ടായി. കാര്യം ഒരിക്കലും ഈ അടുത്ത കാലത്ത് പുരുഷന്മാരെ കൊന്നെടുക്കുന്നതായിക്കോട്ടെ, പുരുഷന്മാരെ കൊന്നെടുക്കുന്നതൊക്കെ വെറുതെ വിടുകയാണ് പെൺപിള്ളേരെ, നമ്മളാരും അറിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഗ്രീഷ്മേരി നിയമപരമായിട്ടുള്ള വഴികൾ നോക്കി ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അതായത് ഈ വധശിക്ഷയിൽ നിന്ന് ഇളവി വാങ്ങാനുള്ള ശ്രമം നടത്തും. അതിനെ ഏത് തരത്തിൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയും? അല്ല, അതിന് പ്രതിരോധിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ഭാഗവുമാണിത്. കാര്യം ജഡ്ജിയുടെ ജാമ്യം കൊടുത്തപ്പോൾ തന്നെ ജഡ്ജിയുടെ കോലം, ലോകത്തിലൊരു പക്ഷേ ജഡ്ജിയുടെ കോലം കത്തിച്ചിട്ടുള്ള ഒരു സംഘടനയുമില്ല. ഞങ്ങളാണത് ജഡ്ജിയുടെ കോലം കത്തിച്ചു, ഗ്രീഷ്മയുടെയും കോലം കത്തിച്ചു സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ. ഏകദേശം ഒരു വർഷത്തോളമായെന്ന് തോന്നുന്നു. അപ്പോൾ അത്രത്തോളം പ്രതിഷേധം അന്ന് ജാമ്യം കൊടുത്തപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഒരു ശിക്ഷയും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു കുറഞ്ഞ ശിക്ഷയാണെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭം നടത്തുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല, ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നേനത്. അത് കോടതിയിലേക്ക് വരെ ഞങ്ങൾ മാർച്ചും മറ്റു കാര്യങ്ങളും ചെയ്തതിനായിരുന്നു. ആ രീതിയിലോട്ട് പോയേനെ സമരം. എന്തായാലും അതിൻ്റെ ആവശ്യം വന്നില്ല. അത് മാത്രവുമല്ല, ഒരു വിചിത്രമായിട്ടുള്ളൊരു കാര്യം, ഈ പെൺകുട്ടി എത്രത്തോളം ക്രിമിനൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവൾക്കൊരു ജീവപര്യന്തം മാത്രമേ കിട്ടത്തുള്ളൂ. ജീവപര്യന്തം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് 14 വർഷം. ഈ 14 വർഷം കഴിഞ്ഞ് 38ാമത്തെ വയസ്സിൽ ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അടിച്ചു പൊളിച്ച് ജീവിച്ചോളാം എന്ന് പറയുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജഡ്ജ്മെന്റ് വരാനിരിക്കുന്നതിൻ്റെ 1-2 ദിവസത്തിന് മുന്നേ ഇങ്ങനെ ഒരു കമന്റ് പറയണമെങ്കിൽ ആ പെൺകുട്ടി എന്തുമാത്രം വൃത്തികെട്ടതായിരിക്കണം. നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ പറയുമോ? കാരണം ഈ വളരെ എന്ന് വെച്ചാൽ ജയില് പോലും പുള്ളിക്കാരിക്ക് സബ് ജയിലിൽ കിടന്നതാണല്ലോ. അപ്പോൾ അവിടെ എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുമെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. അവിടെ ഒന്നിനും ഒരു കുറവും ഗ്രീഷ്മയ്ക്ക് വരില്ല എന്ന് ഗ്രീഷ്മയ്ക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ 14 വർഷം അവിടെ കിടന്നോളാം. എന്തായാലും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ഷാരോൻ്റെ ആ മനസ്സ് മരണക്കിടക്കയിൽ കിടന്നപ്പോൾ പോലും ഈ ഗ്രീഷ്മയെ ഒറ്റിക്കൊടുക്കാത്ത ആ ഷാരോൺ അവന് എന്താ പറയുക, അവൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുന്നൊരു ജഡ്ജ്മെൻ്റാണ് എന്തായാലും ഉണ്ടായിട്ടുള്ളത്. അതിൽ കേരള ജനത എന്ന് വെച്ചാൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അവർ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. ചാനലുകളിലൊക്കെ വന്നിരുന്നു ഒരുപാട് സ്ത്രീകൾ. അത് നല്ലതാണ് പറഞ്ഞത്. അവരെല്ലാം ഈ വിധി സ്വാഗതം ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രിമിനൽ ഒരുപാട് മയക്കുമരുന്നിനും കഞ്ചാവിനും മദ്യത്തിനും അടിമയും ഇത് ബിസിനസ്, പിന്നെ കൊലപാതകം, കൊട്ടേഷൻ, ഒരുപാട് കേസുകളിൽ സ്ത്രീകൾ പെൺകുട്ടികൾ ഇപ്പോൾ പ്രതികളായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിയമത്തിൻ്റെ പരിരക്ഷ. അവർക്കറിയാം ഞങ്ങളെ ആരും പിടിച്ചാലും കേസെടുക്കില്ല, സ്റ്റേഷനിൽ നിന്ന് ഊരിപ്പോരാം. കാര്യം ഈ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ഒന്ന് സ്വാധീനിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ബാക്ക് വാതിലിൽ കൂടി അവർക്ക് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം സ്റ്റേഷനിലുണ്ട്. ഇതൊന്നും ആണുങ്ങൾക്കില്ല, അതാദ്യം മനസ്സിലാക്കണം. പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്തവന്മാരെ പിടിച്ച് ജയിലിലടയ്ക്കുന്ന പോലീസാണ്. പെൺകുട്ടികൾ അവിടെ പ്രതിയായിട്ട് വന്നാൽ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഒതുക്കി തീർത്ത് വിടാൻ നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യമുണ്ട്, പെൺകുട്ടികൾ വീണ്ടും ഇവിടെ തെറ്റ് ചെയ്താലും ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാം എന്നൊരു സാഹചര്യം വരുമ്പോൾ വീണ്ടും ഇവർ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണോ നമ്മുടെ സമൂഹം പോവേണ്ടത്? നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഒരു അച്ചടക്കവും മാതൃകയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം പോയിരിക്കുകയാണ്, തകിടം പറഞ്ഞു. ഇപ്പോൾ പുരുഷന്മാരാണ്, ഒരുപക്ഷെ യുവാക്കളാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് സ്ത്രീകൾക്ക് സ്വൈര്യമായി സഞ്ചരിക്കാൻ നമ്മുടെ തെരുവുകളിൽ സാധിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ മാറിയിട്ട് പുരുഷന്മാർക്ക് നമ്മുടെ തെരുവുകളിലൂടെ സ്വൈര്യമായി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ. തീർച്ചയായിട്ടും ഇപ്പം തന്നെ നമ്മൾ ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ എവിടെ ഇറങ്ങി നോക്കിയാലും രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും ഒക്കെ ഒരുപാട് പെൺപിള്ളേർ ടീമുകളായിട്ട് വന്നിരുന്ന് ചായയോ കോഫിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറയാം, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. രാത്രിയും പകലും നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് പകൽ പല കാര്യങ്ങളും ചെയ്യാം, ജോലി ചെയ്യാം, മറ്റു തമാശകൾ കാണിക്കാം, അല്ലെങ്കിൽ എന്ത് വേണോ ആകാം. പക്ഷേ രാത്രി എന്ന് പറയുന്നത് ഉറങ്ങാൻ തന്നിരിക്കുന്നതാണ്. ആ രാത്രി ഇറങ്ങി നടക്കണമെന്ന് പറയുമ്പോൾ സ്വന്തം സുരക്ഷയും കൂടി നോക്കണം. കാര്യം എല്ലാ പുരുഷന്മാരും ശരിയല്ല, എല്ലാ സ്ത്രീകളും ശരിയല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. തെറ്റുകൾ എല്ലാവരുടെ ഭാഗത്തുമുണ്ട്. അപ്പോൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ രാത്രി ഇറങ്ങി നടക്കുന്നുണ്ട് അവർ. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട സംഭവം നടക്കുന്നുവെങ്കിൽ അത് അവരുടെയും കൂടി തെറ്റാണ്.
കാരണം അത് അവരെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യണം. അല്ലാതെ അത് പോലീസും സർക്കാരും നാട്ടുകാരും അല്ല ചെയ്യേണ്ടത്, സ്വന്തമായിട്ട് തന്നെ അത് ചെയ്യേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.